കെഎസ്ആർടിസി പിറവം ഡിപ്പോയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ബസ് സർവീസിന് തുടക്കം. പിറവം ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ എംഎൽഎ അനൂപ് ജേക്കബ് ബസിന്റെ കന്നിയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കെഎസ്ആർടിസി പിറവം ഡിപ്പോയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ബസ് സർവീസ് തുടങ്ങി. പിറവം ഡിപ്പോയിലേക്ക് പുതിയ ബസ് അനുവദിച്ചാണ് സർവീസ് തുടങ്ങിയിരിക്കുന്നത്. പിറവം ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ അനൂപ് ജേക്കബ് എംഎൽഎ ബസിന്റെ കന്നിയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള വാഹനമാണ് ഇവിടെ ആരംഭം കുറിക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുവാൻ സൗകര്യപ്രദമാവുന്ന നിലയിലേക്കാണ് ഇത് മാറുന്നത്. ഈ വാഹനത്തെ സംബന്ധിച്ചുള്ള റിക്വസ്റ്റ് വന്നതിന് ശേഷം പല സ്ഥലങ്ങളിൽ നിന്നും ഈ വാഹനത്തിന്റെ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വൈശ്വൻ സൂചിപ്പിച്ച പോലെ കക്കാട് വഴി പോകണമെന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട്. ഇത് മറ്റു തരത്തില് ഇത് കുത്താട്ടുളത്ത് നിന്ന് ആരംഭിക്കണം എന്നൊരു ആവശ്യവും നേരത്തെ ഉന്നയിക്കപ്പെട്ടു. ഞാൻ തന്നെ റിക്വസ്റ്റ് നൽകിയിരുന്ന ഒന്നാണ്. എന്തായാലും ഈ നമുക്ക് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഒരു വാഹനം എന്ന നിലയിൽ ഇത് ലഭ്യമാവുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് നിന്ന് ഇൻഫോ പാർക്ക് ഉൾപ്പെടെ സെസ് ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് എത്താൻ, ജില്ലാസ്ഥാനത്തേക്ക് എത്താൻ സൗകര്യപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ വിപുലമായ നിലയിൽ ഈ വാഹനത്തിന്റെ റൂട്ടടക്കം ഒന്നോടെ പുനഃക്രമീകരിക്കേണ്ടതായിട്ട് വരും. പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻ കെ.പി. സലീം, സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൌൺസിലർമാരായ രാജു പാണാലിക്കൽ, ജോജിമോൻ ചാരുപ്ലാവിൽ, രമ വിജയൻ, ബബിത ശ്രീജി, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ സോമൻ വല്ലയിൽ, സി.എൻ. സദാമണി, ഡോമി ചിറപ്പുറത്ത്, തമ്പി ഇലവും പറമ്പിൽ, എ.ടി.ഒ. എ.ടി. ഷിബു എന്നിവർ പങ്കെടുത്തു. സന്തോഷമുണ്ട്. പല പ്രാവശ്യം നമ്മളിപ്പം കെഎസ്ആർടിസി സ്റ്റാൻഡിലെ പല പ്രദേശങ്ങളിലേക്കായിട്ട് സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷം. പിറവത്ത് നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് ഒരു ഓർഡിനറി സർവീസ് ആരംഭിക്കുന്നത്. ഇത് പിറവത്തെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. കാരണം പെട്ടെന്ന് പല ബസ്സുകൾ കയറി ഇറങ്ങാതെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് സാധിക്കും. പൊതുഗതാഗതത്തിൽ കെഎസ്ആർടിസി വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ പുതിയ സർവീസ് ഉടൻ ആരംഭിക്കുന്നത്. നമ്മുടെ കുന്നത്താട് ശ്രീനിധൻ ആവശ്യപ്രകാരം കുന്നത്താട് അവിടെ നിന്ന് തിരുവാണിയൂർക്ക് ഈ മെഡിക്കൽ കോളേജിലേക്ക് ആരംഭിച്ച വണ്ടിയാണ് പിറവത്തേക്ക് നമ്മുടെ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് നമുക്കിപ്പോൾ നീട്ടിക്കിട്ടിയിരിക്കുന്നത്. പിറവം ഡിപ്പോയിൽ നിന്ന് പുലർച്ചെ 6:20 മണീട്, തിരുവാണിയൂർ, പുത്തൻകുരിശ്, കരിമുകൾ, ഇൻഫോ പാർക്ക്, കാക്കനാട് വഴി 8 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ബസ് എത്തിച്ചേരും. തിരിച്ച് വൈകുന്നേരം 4:40 കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെടുന്ന ബസ് 6:30 പിറവം ഡിപ്പോയിൽ എത്തിച്ചേരും. ഇൻഫോ പാർക്ക്, കാക്കനാട്, സിവിൽ സ്റ്റേഷൻ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ജീവനക്കാർക്കും പ്രസ്തുത സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന പൊതുജനങ്ങൾക്കും ഈ സർവീസ് ഏറെ പ്രയോജനകരമായിരിക്കും. ഗതാഗത വകുപ്പ് മന്ത്രി എംഎൽഎ അനൂപ് ജേക്കബ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്